ഞാനിപ്പോൾ നിൽക്കുന്നത് കെ കരുണാകരൻ്റെ പ്രസിദ്ധമായ മാളയിലാണ്. ഇതിൻ്റെ പിറകിൽ കാണുന്നതാണ് കെ കരുണാകരൻ തന്നെ ഉദ്ഘാടനം ചെയ്ത ഇന്ദിരാ പ്രിയദർശിനി മെമ്മോറിയൽ ഭവൻ മാള. അപ്പോൾ ഈ മാളയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ണിറുക്കി ചിരികൊണ്ട് വലിയ രീതിയിൽ രാഷ്ട്രീയത്തെ അമ്മാനമാടിയ കെ കരുണാകരൻ്റെ ഏറ്റവും വലിയ തട്ടകമായിരുന്നു മാള. ആ മാളയിൽ നിന്നുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തെ കെ കരുണാകരൻ നിയന്ത്രിച്ചിരുന്നത്. 1965 മാളയിലെത്തിയെങ്കിൽ 1970 മുതൽ 1995 വരെ നിരന്തരമായി ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഗ്രൂപ്പുകളുടെയൊക്കെ പ്രശ്നങ്ങൾ വന്നൊരു കാലത്ത് 1982 കരുണാകരൻ 2 സ്ഥലത്ത് നിന്ന് മത്സരിച്ചിരുന്നു. ഈ മാളയിൽ നിന്നും പിന്നീട് അപ്പം തന്നെ തിരുവനന്തപുരത്തെ നേമത്ത് നിന്നാണ് കരുണാകരൻ മത്സരിച്ചത്. ഒരേ സമയം 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ച റെക്കോർഡ് ഇപ്പോഴും കെ കരുണാകരൻ്റെ പേരിലാണ്. പിന്നീട് BJPയിലെ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിച്ചെങ്കിലും 2 സ്ഥലത്തും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ കേരള ചരിത്രത്തിൽ തന്നെ ഒരുപാട് റെക്കോർഡുകളുള്ള ആളാണ് കരുണാകരൻ. 4 തവണ മുഖ്യമന്ത്രിയായി. ആദ്യത്തെ 2 തവണ കുറച്ചു കാലമാണ്. 1977 25 ദിവസവും പിന്നീട് ഏതാനും മാസവും. പക്ഷേ പിന്നീട് 1982 അധികാരത്തിലെത്തി 87 വരെയും പിന്നീട് 91 വന്ന് ഈ ചാരക്കേസിനെയും പാമോയിൽ ഇഷ്യൂ ഒക്കെ വരുന്ന രാജിവെച്ച് പോകേണ്ടി വരെ ഉള്ള കാലഘട്ടത്തിൽ 4 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആ തട്ടകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ മാളയുടെ ആ മണ്ഡലം തന്നെ മാറിയിരിക്കുന്നു. മാള എന്ന മണ്ഡലം കേരളത്തിൽ നിലവിലില്ല. പകരമുള്ളത് കൊടുങ്ങല്ലൂരാണ്. മാളയിലുണ്ടായിരുന്ന 5 പഞ്ചായത്തുകൾ ഇപ്പോൾ കൊടുങ്ങല്ലൂരിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ 2 തവണയായി ഇവിടെ ഉള്ള MLA മുൻ മന്ത്രി VK രാജൻ്റെ മകൻ VR സുനിൽകുമാറാണ്. സുനിൽകുമാർ ഇത്തവണയും സ്ഥാനാർത്ഥിയാണ്. സുനിൽകുമാറിനെ നേരിടുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് കുമാറാണ്. ഒരുപക്ഷെ വലിയ കടുത്ത മത്സരം നടക്കുന്നു കൊടുങ്ങല്ലൂർ. കെ കരുണാകരന് ശേഷം ഇവിടെ മേഴ്സി രവി VK രാജനോട് മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. പിന്നെ TU രാധാകൃഷ്ണനാണ് ഈ മണ്ഡലം കോൺഗ്രസിന് വേണ്ടി തിരിച്ചു പിടിച്ചത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. എന്തായാലും മാള കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ സ്ഥാനം നേടിയ പ്രദേശമാണ്. മാളക്കാരൻ നിന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് ചോദിക്കും കെ കരുണാകരൻ്റെ നാട്ടുകാരനാണ് അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. കണ്ണൂരിൽ നിന്ന് ഫൈൻ ആർട്സ് പഠിക്കാൻ തൃശ്ശൂരിലെത്തി, തൃശ്ശൂരിൽ നിന്ന് മാളയിലെത്തി കേരള രാഷ്ട്രീയത്തെ കൈപ്പിടിയിൽ ഒതുക്കിയ നേതാവാണ് കെ കരുണാകരൻ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് കരുണാകരൻ്റെ ഒരു അഭാവം സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ രംഗത്ത് നേരിടുന്നുണ്ട്. പലതരം മുന്നണികൾ ഉണ്ടാക്കി SRPയും NDPയും അതുപോലെ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസ്സുകളെയും കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്കുകളെയൊക്കെ നിയന്ത്രിച്ച് ഭരണം 10-40 വർഷത്തോളം കേരള രാഷ്ട്രീയത്തിൽ വൻ നേതാവായി തിളങ്ങിയ ആളാണ് കെ കരുണാകരൻ. ഇവിടെ മാള ബ്ലോക്ക് പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ വിജയനുണ്ട്. അതുപോലെ തന്നെ 3 തവണ ലീഡറുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ജോയി ഉണ്ട്. അതുപോലെ തന്നെ ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള വക്കച്ചൻ അമ്പൂക്കനുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവൊക്കെ ഉണ്ട്. എന്തായാലും കെ കരുണാകരൻ്റെ ഒരു മണ്ണാണിത്. നേരത്തെ മാള കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടായിരുന്നു, ഇപ്പോൾ കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ പിന്നീട് ഇപ്പോൾ 2 തവണയായിട്ട് അത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നു. എങ്ങനെയാണ് കെ കരുണാകരൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഈ മണ്ണിൽ എന്താണ് പുതിയ സംഭവവാസങ്ങൾ? ശ്രീ വിജയൻ. കെ കരുണാകരനുണ്ടായിരുന്ന കാലത്ത് ഉള്ള മണ്ഡലത്തിൻ്റെ വ്യത്യാസം ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആളൂർ ഇതിലുണ്ടായിരുന്നു, ഇരിഞ്ഞാലക്കുട. അതുപോലെ വെള്ളാങ്കല്ലൂർ, പുത്തഞ്ചിറയൊക്കെ ഇതിൽപ്പെട്ടതായിരുന്നു. അതാണ് കെ കരുണാകരൻ്റെ കാലത്ത് മാള നിയോജകമണ്ഡലം. 5 പഞ്ചായത്തുകൾ കൊടുങ്ങല്ലൂരിൻ്റെ കൂടി ഇല്ലേ? ഇപ്പോൾ 4 പഞ്ചായത്ത് കൊടുങ്ങല്ലൂർ കൂടി ഉണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി മാത്രമാണ് നമുക്കൊരു മേൽക്കൈയില്ലാതെ ഇപ്പോൾ നിൽക്കുന്നത്. ബാക്കി 4 പഞ്ചായത്ത്, 6 പഞ്ചായത്തുകൾ ഈ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയായ ജനീഷ് ഒരു 10-15 ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ തീർച്ചയായിട്ടും ജയിക്കും എന്നുള്ളതാണ്. വിജയം ഉറപ്പാണ്.
ജോയി, ഇപ്പൊ നമ്മളിതൊക്കെ പറയുമ്പോ നമ്മൾ നിൽക്കുന്നത് കെ കരുണാകരൻ കേരള രാഷ്ട്രീയത്തെ അമ്മാനമാടിയ ഇത് ഇവിടെ നിന്നുകൊണ്ടാണ്, ഈ തട്ടകത്തിലാണ്. ഇവിടുന്ന് കിട്ടിയ കരുത്താണ് കരുണാകരനെ മുന്നോട്ട് നയിച്ചിരുന്നത്. ഒരു തവണ മാത്രമാണ് 82-ല് നേമത്ത് പോയി മത്സരിച്ചത്. പക്ഷെ 2 സ്ഥലത്ത് ജയിച്ചെങ്കിലും മാളയാണ് നിലനിർത്തിയത്. അതേക്കുറിച്ച് താങ്കൾ ഓഫീസ് സെക്രട്ടറി ആയിട്ട് 3 തവണ പ്രവർത്തിച്ചതാണ്. കെ കരുണാകരനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താണെന്ന് പറയാമോ? അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് എല്ലാവരും അദ്ദേഹത്തിൻ്റെതാണെന്ന് തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. ചെറിയവനും വലിയവനും എന്നുള്ള വ്യത്യാസമില്ല. തന്നെയല്ല, പേരെടുത്ത് വിളിച്ചാനുള്ള സാമർഥ്യം ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നത് പല ആൾക്കാരും കാണുമ്പോൾ എനിക്ക് പോലും പേര് പറയാൻ പറ്റാത്ത ആൾക്കാരെ അദ്ദേഹം പേരെടുത്ത് വിളിക്കും. അങ്ങനെ വ്യക്തിപരമായിട്ട് വളരെയധികം ബന്ധം പുലർത്തുന്ന ആളാണ്. അതുപോലെ ചെറുതും വലുതുമായ എല്ലാവരുടെ കാര്യങ്ങൾക്കും അദ്ദേഹം ഇടപെടുമായിരുന്നു. അതൊരു പ്രത്യേകതയായിരുന്നു അദ്ദേഹത്തിന്. വക്കച്ചൻ, താങ്കൾ പൊയ്യെന്ന് വരുന്ന ആളാണ്. പൊയ്യക്കാരുമായിട്ട് പ്രത്യേക ഒരു ബന്ധം തന്നെ എല്ലാ പഞ്ചായത്തുകാരായിട്ടുണ്ട്. പൊയ്യയിൽ നിങ്ങൾ അമ്പുക്കൻ ഫാമിലിയൊക്കെയായിട്ട് പ്രത്യേകിച്ച് ബന്ധം ഉണ്ടായിരുന്ന ആളല്ലേ? ലീഡർ വളരെ സ്ട്രോങ് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന വ്യക്തിത്വമായിരുന്നു. ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെയുള്ള മിക്ക ഫാമിലിയെയും നേരിട്ടറിയാനും നേരിട്ട് വിളിക്കാനും കഴിവുള്ള ഒരു കോൺഗ്രസ് ലീഡറായിരുന്നു ശ്രീ കെ കരുണാകരൻ. ഇന്നും ആ ഒരു ഓർമ്മകളാണ് എല്ലാ പഞ്ചായത്തുകളിലും ജനങ്ങൾക്കുള്ളത്. ആ ഓർമ്മകൾ വെച്ച് തന്നെയാണ് ഇന്നും ശ്രീ കെ കരുണാകരൻ ചെയ്ത് കൂട്ടിയ വികസന പ്രവർത്തനങ്ങൾ ഈ നിയോജകമണ്ഡലത്തിൽ ഇന്നും നിലനിൽക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷം ഈ നിയോജകമണ്ഡലങ്ങളിലെ ശ്രീ കെ കരുണാകരൻ കുഴൂര് കൊണ്ടുവന്ന കോഴി ഫാക്ടറി, പൊയ്യ പഞ്ചായത്തിൽ കൊണ്ടുവന്ന അഡാക് ഫാം, അതുപോലെ അവിടെ ഒരു ചക്ക ഫാക്ടറി ഉണ്ട്, മാളയിൽ കൊണ്ടുവന്ന സ്ഥാപനങ്ങൾ, സ്പിന്നിങ് മില്ല്, ഇതെല്ലാം എടുത്താൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതെല്ലാം പ്രവർത്തനം നിലച്ച് MLA എന്ന നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ MLAയും ഭരണപക്ഷവുമായിട്ട് കൂടി ഈ കഴിഞ്ഞ 10 വർഷം ഈ നാട്ടിൽ ഒരു വികസനവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നേരത്തെ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞത് വിജയം OJ ജനീഷിന് സുനിശ്ചിതമാണെന്നുള്ളത്. ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ സംസാരിക്കുന്ന മാളയിൽ നിന്നാണ്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലാണ്. കഴിഞ്ഞ 2 തവണയും VK രാജൻ്റെ മകൻ VR സുനിൽകുമാർ വിജയിച്ച മണ്ഡലമാണ്. ഇത്തവണ അത് കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നമ്മൾ മാളയിൽ നിൽക്കുന്നു. മാളയിൽ നിന്ന് PP ജെയിംസ്, ക്യാമറാമാൻ വരുൺ മുംബൈക്കൊപ്പം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.